ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ക്ലാസ് വീഡിയോ ആണ്. എങ്ങനെ നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ഒരു സെന്റൻസിനെ മാറ്റാം. അത്ഭുതമല്ലേ? അതിശയമല്ലേ? അവിശ്വസനീയമല്ലേ? എന്നാൽ വിശ്വസിച്ചോളൂ. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റുന്ന, റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്ന വളരെ എളുപ്പമായ ഒരു വഴിയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ സുഹൃത്തുക്കളെയും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർക്കുക, റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാൻ ഞാൻ പറയുന്ന ഈ വേർഡ് ഓർഡർ അഥവാ സൂത്രവാക്യം ആരോട് പറയരുത്. ഈ സൂത്രവാക്യം നിങ്ങൾ ഒന്ന് മനസ്സിലെത്തിക്കോ. ഒന്ന്, സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ലിസണർ. മൂന്നേ വാക്കുകൾ. സ്പീക്കർ, റിപ്പോർട്ടിംഗ് വേർബ്, ലിസണർ. ഈ ക്രമത്തിൽ എഴുതിയാൽ ഉത്തരത്തിന്റെ പകുതി ശരിയായി. ഉടനെ തന്നെ രണ്ടാം പകുതി. കണക്റ്റിംഗ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് റിമൈനിങ് വേർഡ്സ്. ഓർക്കുക, രണ്ടാമത്തെ ഭാഗം കണക്റ്റിംഗ് വേർഡ്, സബ്ജക്റ്റ്, വേർബ് ആൻഡ് റിമൈനിങ് പാർട്ട്. റിമൈനിങ് പാർട്ട് പറഞ്ഞാൽ ചോദ്യത്തിലെ ബാക്കി വരുന്ന ഭാഗങ്ങൾ. വേർഡ് ഓർഡർ ക്ലിയർ അല്ലേ? സ്പീക്കർ, റിപ്പോർട്ടിംഗ് വേർബ്, ലിസണർ, കണക്റ്റിംഗ് വേർഡ്, സബ്ജക്ട്, വേർബ് ആൻഡ് റിമൈനിങ് പാർട്ട്. Here is the question. The manager said to the lady clerk, comma, inverted comma, you can type this matter today. Question once again. The manager said to the lady clerk, comma, inverted comma, you can type this matter today. Full stop, quotation closed. This is direct speech. ഇത് നമ്മൾ വേർഡ് ഓർഡർ നോക്കിക്കോ. ഉത്തരവിധ വേർഡ് ഓർഡർ ആദ്യം എന്താ പറയുന്നത്? സ്പീക്കർ. ഹു ഇസ് ദ സ്പീക്കർ ഹിയർ? ദ മാനേജർ. റിപ്പോർട്ടിംഗ് വേർബ് മാനേജർ പറഞ്ഞതാണ്. അപ്പോൾ ദ മാനേജർ ടോൾഡ്. ആരോട് പറഞ്ഞു? ലിസണർ ആരാണ്? ദ ലേഡി ക്ലർക്ക്. ദ മാനേജർ ടോൾഡ് ദ ലേഡി ക്ലർക്ക്. ഉത്തരത്തിന്റെ പകുതി വിജയിച്ചു. ഇനി ബാക്കി കണക്റ്റിംഗ് വേർഡ്. കണക്റ്റിംഗ് വേർഡ് എന്താണ്? ദാറ്റ്. കൊട്ടേഷൻ അകത്തുള്ളതും കൊട്ടേഷൻ പുറത്തുള്ളതും കണക്ട് ചെയ്യാൻ ദാറ്റ്. അപ്പോൾ ദ മാനേജർ ടോൾഡ് ദ ലേഡി ക്ലർക്ക് ദാറ്റ്. ഉടനെ സബ്ജക്റ്റ്. യു എന്ന സബ്ജക്ട് ലേഡി ക്ലർക്കിനല്ലേ? അപ്പൊ ഷീ. ദ മാനേജർ സെറ്റ് എന്നുള്ളത് ടോൾഡ് ആയി. ദ മാനേജർ ടോൾഡ് ദ ലേഡി ക്ലർക്ക് ദാറ്റ് ഷീ. ഉടനെ തന്നെ വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. ക്യാൻ ആണ് ഇവിടെ ഹെൽപ്പിംഗ് വേർബ്. ക്യാൻ ടൈപ്പ് എന്നുള്ളത് പാസ്റ്റ് ആവും. കുഡ് ടൈപ്പ്. ദിസ് മാറ്റർ എന്നുള്ളത് ദാറ്റ് മാറ്റർ എന്നാവും. ദിസ് ദാറ്റ് ആവുന്നു. ദീസ് ദോസ് ആവുന്നു. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാവും. അപ്പോൾ ഉത്തരം ക്ലിയർ ആയി. ദ മാനേജർ ടോൾഡ് ദ ലേഡി ക്ലർക്ക് ദാറ്റ് ഷീ കുഡ് type that matter that day. Full stop. Easy now? Speaker, the manager. Reporting verb, told. Listener, the lady clerk. Connective word, that. Subject, she. Verb, could type. Remaining part, that matter that day. Easy now? Okay? അപ്പോൾ 5 മിനിറ്റ് ആയിട്ടില്ലല്ലോ ഞാൻ വേർഡ് ഓർഡറും എക്സാമ്പിളും തന്നപ്പോൾ. അതാണ് ഇംഗ്ലീഷ് വ്യാകരണ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ബുദ്ധിമുട്ടുള്ളതും എന്ന് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടതായ ഒരു വ്യാകരണ ഭാഗമാണ് റിപ്പോർട്ട് സ്പീച്ച്. വളരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും. നിങ്ങളുടെ പരീക്ഷ അടുത്തടുത്ത് വരുന്നുണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പോർട്ടർ സ്പീച്ച് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചിലവർ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. തീർച്ചയായിട്ടും റിപ്പോർട്ടർ സ്പീച്ച് ഒഴിവാക്കിക്കൊണ്ടുള്ള ജനറൽ ഇംഗ്ലീഷിൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഇല്ല. എന്നാൽ സ്കൂൾ കുട്ടികളോ ഇതാ നിരന്തര മൂല്യനിർണ്ണയത്തിന് ഭാഗമായി അവർ ഫസ്റ്റ് മിഡ് ടേം എക്സാമിന്, അതുപോലെ ഫസ്റ്റ് ടേമിനൽ എക്സാം, സെക്കൻഡ് മിഡ് ടേം, സെക്കൻഡ് ടേമിനൽ എക്സാം, അങ്ങനെ കടന്നു പോകുന്നവരല്ലേ
നിങ്ങൾ മലയാളം മീഡിയം കുട്ടികളാവട്ടെ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാകട്ടെ, കേരള സിലബസ് സ്റ്റുഡൻസ് ആവട്ടെ, CBSE സ്റ്റുഡൻസ് ആവട്ടെ, ICSE സ്റ്റുഡൻസ് ആവട്ടെ, എല്ലാ കുട്ടികൾക്കും ജനറലായിട്ട് ആവശ്യമായി തീരുന്ന ഒരു വ്യാകരണ ഭാഗമാണ് ഇന്ന് വളരെ വളരെ ചുരുങ്ങിയ സമയത്ത് ഇംഗ്ലീഷ് ട്രാക്കിലൂടെ നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.